വാഹനത്തിൽ സാധനങ്ങൾ കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1. അമിതഭാരം ഒഴിവാക്കുക. വാഹനം അതിന്റെ ശേഷിയേക്കാൾ കൂടുതൽ ലോഡ് ചെയ്യരുത്. അമിതഭാരം കയറ്റുന്നത് വാഹനത്തിന്റെ നിയന്ത്രണത്തെ, പ്രത്യേകിച്ച് സ്റ്റിയറിംഗിനെയും ബ്രേക്കിംഗിനെയും സാരമായി ബാധിക്കും. 2. ടയർ മർദ്ദം പരിശോധിക്കുക. കൂടുതൽ ഭാരം കയറ്റുമ്പോഴോ മറ്റൊരു വാഹനം പിന്നിൽ കെട്ടി വലിക്കുമ്പോഴോ ടയറുകളിലെ വായുമർദ്ദം സാധാരണയേക്കാൾ വർദ്ധിപ്പിക്കേണ്ടിവരും. ഓരോ സാഹചര്യത്തിലും വേണ്ട കൃത്യമായ മർദ്ദം വാഹനത്തിന്റെ ഹാൻഡ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. 3. ഹെഡ്ലൈറ്റുകൾ ക്രമീകരിക്കുക. വാഹനത്തിൽ കനത്ത ഭാരം കയറ്റുമ്പോൾ ഹെഡ്ലൈറ്റുകളുടെ ദിശ മാറാൻ സാധ്യതയുണ്ട്. ഇത് മറ്റു ഡ്രൈവർമാരുടെ കാഴ്ചയെ ബാധിക്കാതെയിരിക്കാൻ ഹെഡ്ലൈറ്റുകൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കണം. 4. ഭാരം തുല്യമായി വിന്യസിക്കുക. വാഹനത്തിന്റെ സ്ഥിരത നിലനിർത്താൻ സാധനങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ലോഡ് ചെയ്യാൻ. ഭാരം എല്ലാ ഭാഗത്തും ഒരുപോലെ വിന്യസിക്കണം. 5. സാധനങ്ങൾ സുരക്ഷിതമായി കെട്ടിവയ്ക്കുക. വാഹനം തിരിക്കുമ്പോഴോ പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോഴോ സാധനങ്ങൾ നീങ്ങാത്ത രീതിയിൽ അവ മുറുക്കി കെട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 6. കാഴ്ച തടസ്സപ്പെടുത്തരുത്. ഡ്രൈവ് ചെയ്യുമ്പോൾ സാധനങ്ങൾ നിങ്ങളുടെ കാഴ്ച മറക്കാൻ പാടില്ല. കൂടാതെ മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ സാധനങ്ങൾ വശങ്ങളിലേക്ക് തള്ളിനിൽക്കാനും പാടില്ല. റൂഫ് റാക്ക് ഉപയോഗിക്കുമ്പോൾ റൂഫ് റാക്കിൽ സാധനങ്ങൾ കയറ്റുന്നത് കാറ്റിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും വാഹനത്തിന്റെ സ്ഥിരത കുറയ്ക്കുകയും ചെയ്യും. സാധനങ്ങൾ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കാൻ അവ മൂടേണ്ടതുണ്ട്. കാറ്റിന്റെ പ്രതിരോധം കുറയ്ക്കാനും സാധനങ്ങൾ സുരക്ഷിതമായി വെക്കാനും റൂഫ് ബോക്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഡോക്ടറുടെ പ്രത്യേക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ ഇളവ് ലഭിക്കൂ. 14 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും അനുയോജ്യമായ സുരക്ഷാ കവചങ്ങൾ ധരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഡ്രൈവർക്കാണ്. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് സുരക്ഷാ സംവിധാനങ്ങളിൽ മാറ്റം വരാം. എന്നാൽ അവ നിർബന്ധമായും കുട്ടിയുടെ തൂക്കത്തിനും വലിപ്പത്തിനും അനുയോജ്യമായതായിരിക്കണം. ഉദാഹരണത്തിന്, കുട്ടിയുടെ ശരീരത്തിന് കൃത്യമായി ഇണങ്ങുന്ന ബേബി കാരിയറോ ചൈൽഡ് സീറ്റോ നിങ്ങൾ ഉപയോഗിക്കണം. കുട്ടികൾക്ക് 12 വയസ്സ് തികയുന്നതുവരെയോ അല്ലെങ്കിൽ 135 സെന്റിമീറ്റർ 1.35 മീറ്റർ ഉയരം വരുന്നതുവരെയോ അനുയോജ്യമായ ചൈൽഡ് സീറ്റ് നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കോ 1.35 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളവർക്കോ മുതിർന്നവർ ഉപയോഗിക്കുന്ന സാധാരണ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാം. പ്രധാന മുന്നറിയിപ്പ്: ഒരു കാരവൻ മറ്റൊരു വാഹനം വലിച്ചുകൊണ്ടുപോകുമ്പോൾ അതിനുള്ളിൽ യാത്ര ചെയ്യാൻ ആരെയും ഒരിക്കലും അനുവദിക്കരുത്. മൃഗങ്ങൾ ആനിമൽസ്. ഡ്രൈവർക്ക് തടസ്സമുണ്ടാകാതിരിക്കാനും ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കാതിരിക്കാനും മൃഗങ്ങളെ സുരക്ഷിതമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. നാക്കളെ പ്രത്യേക കൂട്ടിലോ കേജ്, ഡോഗ് ഗാർഡിന് ഡോഗ് ഗാർഡ് പിന്നിലോ ഇരുത്താം. കൂടുതൽ സുരക്ഷയ്ക്കായി ഹാർനസ് ഉപയോഗിച്ച് അവയെ സീറ്റുമായി ബന്ധിപ്പിക്കാവുന്നതുമാണ്. മറ്റ് മൃഗങ്ങളെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കാൻ കഴിയുന്ന കൂടുകളിലോ പെറ്റ് കാരിയേഴ്സ് ഇരുത്തി വേണം യാത്ര ചെയ്യാൻ. ലൈസൻസും ഭാരപരിധിയും. നിങ്ങൾ 1997 ജനുവരി 1 ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതെങ്കിൽ നിങ്ങൾക്ക് പരമാവധി 3500 കിലോഗ്രാം വരെ ഭാരമുള്ള ട്രെയിലറുകൾ മാത്രമേ വലിച്ചുകൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. സുരക്ഷാ ഉപകരണങ്ങൾ. 1. സ്റ്റെബിലൈസർ. നിങ്ങൾ ഒരു കാരവനാണ് വലിച്ചുകൊണ്ടുപോകുന്നതെങ്കിൽ ടോ ബാർ ഒരു സ്റ്റെബിലൈസർ ഘടിപ്പിക്കുന്നത് വാഹനത്തിന്റെ നിയന്ത്രണം എളുപ്പമാക്കും. കാറ്റുള്ള സമയങ്ങളിൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. 2. കപ്ലിംഗ് ഉപകരണങ്ങൾ. ചെറിയ ട്രെയിലറുകൾ 1.5 ടണ്ണിൽ താഴെ പ്രധാന ലിങ്ക് വേർപെട്ടുപോയാൽ സുരക്ഷയ്ക്കായി ഒരു സെക്കൻഡറി കപ്ലിംഗ്, ചങ്ങലയോ കേബിളോ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വലിയ ട്രെയിലറുകൾ 1.5 ടണ്ണിൽ കൂടുതൽ ഇവയിൽ ബ്രേക്ക്വേ കേബിൾ നിർബന്ധമാണ്. കപ്ലിംഗ് വേർപെട്ടാൽ ട്രെയിലറിൽ തനിയെ ബ്രേക്ക് വീഴാൻ ഇത് സഹായിക്കും. ട്രെയിലറിന്റെ വശങ്ങളിലേക്കുള്ള ആട്ടം നിയന്ത്രിക്കൽ സ്നേക്കിംഗ്. കാറ്റോ വലിയ വാഹനങ്ങളോ കാരണം ട്രെയിലർ വശങ്ങളിലേക്ക് ആടുകയാണെങ്കിൽ ആക്സിലറേറ്ററിൽ നിന്ന് സാവധാനം കാലെടുക്കുക. പെട്ടെന്ന് ബ്രേക്ക് ഇടുകയോ സ്റ്റിയറിംഗ് വെട്ടിക്കുകയോ ചെയ്യരുത്. ട്രെയിലർ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വേഗത പരിധിയും ലൈൻ നിയമങ്ങളും. സിംഗിൾ കാരിയേജ്വേയിൽ പരമാവധി വേഗത മണിക്കൂറിൽ 50 മൈൽ, മോട്ടോർവേയിലും ഡ്യുവൽ കാരിയേജ്വേയിലും പരമാവധി വേഗത മണിക്കൂറിൽ 60 മൈൽ. ലൈൻ നിയമം. 3 അതിലധികമോ ലൈനുകളുള്ള മോട്ടോർവേകളിൽ ഏറ്റവും വലതുവശത്തെ ലൈനിലൂടെ ട്രെയിലർ ഘടിപ്പിച്ച വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. 1. ഭാരവും ഇന്ധന ഉപഭോഗവും. വാഹനത്തിൽ അമിതമായി ഭാരം കയറ്റുന്നത് ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കും. വാഹനത്തിന്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് അത് ഓടിക്കാൻ കൂടുതൽ ഊർജ്ജം ആവശ്യമായി വരുന്നതാണ് ഇതിന് കാരണം. 2. റൂഫ് റാക്കുകളും വായു പ്രതിരോധവും. വാഹനത്തിന് മുകളിൽ റൂഫ് റാക്കിലോ ബോക്സിലോ ഭാരം കയറ്റുന്നത് ഇന്ധന ഉപഭോഗം വളരെയധികം വർദ്ധിപ്പിക്കും. വായുവിനെ തടഞ്ഞു നിർത്തുന്നത് മൂലമുണ്ടാകുന്ന പ്രതിരോധം ഡ്രാഗ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 3. ഉപയോഗത്തിന് ശേഷം റൂഫ് റാക്കുകൾ നീക്കം ചെയ്യുക. നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞാലുടൻ റൂഫ് റാക്കോ ബോക്സോ വാഹനത്തിൽ നിന്ന് നീക്കം ചെയ്യുക. ഇവ ഒഴിഞ്ഞതാണെങ്കിൽ പോലും വായു പ്രതിരോധമുണ്ടാക്കുന്നത് വഴി ഇന്ധന നഷ്ടത്തിന് കാരണമാകും.